ഹായ് സ്റ്റുഡൻസ്, PC എക്സാം എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതിലൂടെയാണ്. നമ്മളൊരു സബ്ജക്റ്റ് മനസ്സിലാക്കുന്നതല്ല, അതിൻ്റെ തിയറി റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതിലൂടെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ എക്സാമിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. കൂടാതെ അതിനകത്തുള്ള തിയറി പോർഷൻസ് അതുപോലെ വായിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് മാർക്കുകൾ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ന് കുറച്ച് ടൂൾസുകളെ കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഈ DLG ടെക് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ അടുത്ത വീഡിയോസ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ഉള്ള വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ തിയറി പോർഷൻസ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് ഇന്ന് ടൂൾസിൽ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ബ്രേസ് എന്നൊരു ടൂളാണ്. ഈ ബ്രേസ് ഈസ് യൂസ്ഡ് ടു ബോർ എ ഹോൾ. ഒരു ഹോൾ തുളക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഗിവ്സ് എ റൊട്ടേറ്റിംഗ് മൂവ്മെൻറ്റ് ടു ഡ്രിൽ ബിറ്റ് ഹോൾഡ് ഇൻ ജോസ്. ഈ ജോസിനകത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഡ്രിൽ ബിറ്റിന് ഒരു റൊട്ടേറ്റിംഗ് മൂവ്മെൻറ്റ് നൽകും. അതാണിത്. ഈ ബ്രേസ് നമ്മൾ കുറച്ച് മുമ്പത്തെ കാലങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ വന്നതോടുകൂടി ഇതിനെ റീപ്ലേസ് ചെയ്തിരിക്കും. ഇവിടെ നൽകിയിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു റാച്ചറ്റ് ബ്രേസ് ആണ്. ഇത് റാച്ചറ്റ് ആണ് ഈ പോർഷനിൽ നിങ്ങൾ കാണുന്നത്. റാച്ചറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ ഇതിൻ്റെ മൂവ്മെൻറ്റ് നൽകുകയുള്ളൂ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഓൾവേസ് ക്ലോക്ക് വൈസ് മാത്രമേ നൽകുള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ഈ ചക്കിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, ഇവിടെ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്താൽ പോലും. ഓക്കെ, അടുത്തതായിട്ടുള്ള ടൂള് റാച്ചറ്റ് ബ്രേസ് തന്നെയാണ്. നേരത്തെ വെറും ബ്രേസ് ആയിരുന്നു, ഇത് റാച്ചറ്റ് ബ്രേസാണ്. റാച്ചറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഗിയർ മെക്കാനിസത്തിൻ്റെ വ്യത്യാസമാണ്. ഓക്കെ, ഇതാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് താഴേക്ക് ബലം കൊടുക്കും, ഇവിടെ ചക്കാണ് ഉണ്ടായിരിക്കുക. പ്രൊവൈഡ് വിത്ത് റാച്ചറ്റ് മെക്കാനിസം ഉണ്ടാവും. ടു ആൻഡ് ഫ്രോം മൂവ്മെൻറ്റ് ഓഫ് റാച്ചറ്റ് ഹെൽപ്സ് ടു റൊട്ടേറ്റ് ദ ചക്ക് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. മുന്നോട്ടേക്കുള്ളത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ചക്ക് നടക്കുക. ഇനി കാം റിംഗ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് റൊട്ടേഷൻ ഓഫ് റാച്ചറ്റ്. റാച്ചറ്റിൻ്റെ കാം റിംഗ് ആണ് ഇതിൻ്റെ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഡൈ സ്റ്റോക്ക് ആൻഡ് ഡൈസ്. ഇവിടെ ഡൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, യൂസ്ഡ് ഫോർ മാർക്കിംഗ് എക്സ്റ്റേണൽ ത്രെഡ് ഓൺ പൈപ്സ് ഫോർ പ്ലംബിംഗ് വർക്ക്. പ്ലംബിംഗ് വർക്കിൽ പൈപ്പിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഡൈ എന്ന് പറയുന്നത് BSP ആണ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡിൻ്റെ ഡൈസാണ്. ഓക്കെ, 1/2 ഇഞ്ച് മുതൽ 15 mm ഓർ 3/4 ഇഞ്ചിൻ്റെ 20 mm ആണ് 3/4 എന്ന് പറയുന്നത്. 1 ഇഞ്ച് 25 mm കട്ടേഴ്സ് ആൻഡ് കോളർ ആർ യൂസ്ഡ് ബൈ ഇൻ്റർചേഞ്ചിങ്. ഇത് പരസ്പരം മാറ്റിയിട്ടിട്ട് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് 1 ഇഞ്ച് പൈപ്പിൻ്റെയൊക്കെ ത്രെഡ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ ഈ ഡൈയുടെ വൺ സൈഡ് ഈസ് ചാംഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ചെരിച്ച് കട്ട് ചെയ്യുന്നതാണ്. മേക്ക് ഈസി ടു അസംബിൾ ബിഫോർ ത്രെഡിങ്. അപ്പോൾ ഈ പാർട്സ് ത്രെഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ പാർട്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡൈ സ്റ്റോക്ക് ഉണ്ട്, രണ്ടാമത്തത് ഡൈ കവറുണ്ട്, ഡൈ കോളർ, ഡൈ കട്ടർ, ഡൈ ഹാൻഡിൽ, അഡ്ജസ്റ്റബിൾ സ്ക്രൂ. ഇത്രയാണ് പാർട്സുകൾ. സ്റ്റോക്ക്, കവറ്, കോളർ, കട്ടർ, ഹാൻഡിൽ ആൻഡ് അഡ്ജസ്റ്റബിൾ സ്ക്രൂ. സ്റ്റോക്ക്, കവർ, കോളർ, കട്ടർ, ഡൈ, ഹാൻഡിൽ ആൻഡ് അഡ്ജസ്റ്റബിൾ സ്ക്രൂ. ഇത്രയും പാർട്സാണ് ഉള്ളത്. ഓക്കെ, ഇനി റാച്ചറ്റ് ടൈപ്പ് ഉണ്ട്. റാച്ചറ്റ് ടൈപ്പ് ഡൈ സെറ്റ് ആണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഒരു സൈഡിലേക്ക് മാത്രം തിരിക്കണമെന്നില്ല, ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് സിമ്പിളായിട്ട് റിവേഴ്സ് റൊട്ടേഷൻ ഉണ്ടാവില്ല. യൂസ്ഡ് ടു കട്ട് ത്രെഡ് അപ് ടു PSCക്ക് വരുന്ന സമയത്ത് യൂസ്ഡ് ടു ത്രെഡ് കട്ട് അപ് ടു 32 mm ഡയമീറ്റർ. 32 mm ഡയമീറ്റർ വരെയുള്ള പൈപ്പിൻ്റെ മുകളിൽ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാച്ചറ്റ് ടൈപ്പ് ഡൈസെറ്റ് യൂസ് ചെയ്യുന്നത് നോർമലി. ഓക്കെ, 32 mm വരെ ഉള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് മുതൽ 15 mm മുതൽ 50 mm വരെ അവൈലബിൾ ആണ്. 15 mm മുതൽ 50 mm വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡൈ സെലക്ട് ചെയ്യുക, എന്നിട്ട് റാച്ചറ്റിൻ്റെ ആ സൈഡിലൂടെ ഇൻസേർട്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് ഓയിൽ യൂസ് ചെയ്യണം. സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ്? വൈൽ കട്ടിങ്.
ഇനി അവോയ്ഡ് ലോങ് ടൈം കട്ടിങ് ടു അവോയ്ഡ് ഡാമേജ് ടു ഡൈ. എന്തിനാണ്? ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൈ ചൂടാവുകയും ത്രെഡ് ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയം കട്ട് ചെയ്യരുത്. ഇപ്പോൾ PSCക്ക് വരിക കട്ടിങ് ടു അവോയ്ഡ്, എന്നിട്ട് അവോയ്ഡ് ലോങ് ടൈം കട്ടിങ് ഓഫ് റാച്ചറ്റ് ഡൈ സെറ്റ് ടു അവോയ്ഡ്, എന്നിട്ട് ഡാഷ് ഓപ്ഷൻസ് വരും. ഡാമേജ് ടു ഡൈ, അല്ലെങ്കിൽ ലൈഫ് ഓഫ് ഡൈ, ത്രെഡ്, അങ്ങനെ പറഞ്ഞ ഓപ്ഷൻസാണ് വരിക. അപ്പോൾ ഡാമേജ് ടു ഡൈ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയം കട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്ലംബിംഗ് ടൂൾസാണ്. അപ്പോൾ പ്ലംബിംഗ് ടൂൾസിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ടൂളാണ് പൈപ്പ് റെഞ്ച് എന്ന് പറയുന്നത്. പൈപ്പ് റെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള പൈപ്പ് റെഞ്ചസ് അവൈലബിൾ ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹോൾഡിങ് ആൻഡ് ഗ്രിപ്പിംഗ് പൈപ്പ്സ് ആണ്. പൈപ്പ് ഹോൾഡ് ചെയ്യുക, ഗ്രിപ്പ് ചെയ്യാൻ, പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് പൈപ്പ് റെഞ്ച് ഉപയോഗിക്കുന്നത്. പൈപ്പ് ഫിറ്റിങ്ങിൻ്റെ അസംബ്ലിങ് ആൻഡ് ഡിസ്മാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പൈപ്പ് റെഞ്ചാണ് സ്റ്റിൽസൺസ് പൈപ്പ് റെഞ്ച്. സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച് എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടി ടൂളാണ്. റഫ് ഹാൻഡ്ലിംഗ് ആൻഡ് ഹെവി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹെവി ഡ്യൂട്ടി, റഫ് ഹാൻഡ്ലിംഗ് ആൻഡ് ഹെവി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റിൽസൺസ് പൈപ്പ് റെഞ്ച്. ഓക്കെ, ഇനി ജോ എന്ന് പറയുന്നത് സ്റ്റിൽസൺസ് പൈപ്പ് റെഞ്ച് ഗീവ് ഇമ്മീഡിയറ്റ് ആൻഡ് പോസിറ്റീവ് ഗ്രിപ്പ്. ഇമ്മീഡിയറ്റ് ആൻഡ് പോസിറ്റീവ് ഗ്രിപ്പാണ് സ്റ്റിൽസൺസ് പൈപ്പ് റെഞ്ച് ഉപയോഗിക്കുക നൽകുന്നത്. ഇത് അതിൻ്റെ ടീത്തിൻ്റെ ഒരു പ്രത്യേകത ആ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 15 mm മുതൽ 50 mm വരെയുള്ള പൈപ്പുകളാണ് സ്റ്റിൽസൺ പൈപ്പ് റെഞ്ചിനകത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. 15 mm മുതൽ 50 വരെ. ഇനി 50 മുതൽ 150 വരെ വേറെയാണ്. ഇപ്പോൾ സ്റ്റിൽസൺ പൈപ്പ് റെഞ്ചിൻ്റെ പാർട്സുകൾ നോക്കുക. ഓക്കെ, അഡ്ജസ്റ്റിംഗ് നട്ടുണ്ട്, മൂവബിൾ ജോ, ഫിക്സഡ് ജോ ആൻഡ് ഹാൻഡിൽ, ഒരു സ്പ്രിങ്, ഇതിൻ്റെ അടിയിലായിട്ടൊരു സ്പ്രിങ് ഉണ്ടാവും. ഓക്കെ, പിവട്ട് എന്ന് പറയുന്നത് ആ ഒരു പോയിൻ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. പിവട്ട് ഒന്ന് ഔട്ട്വേർഡ് ഫേസിങ് ടീത്തും രണ്ടാമത്തത് ഇൻവേർഡ് ഫേസിങ് ടീത്തും. കണ്ടില്ലേ, ഇത് പുറത്തേക്കാണ് ഈ ടീത്ത് ഫേസ് ചെയ്യുന്നത്, ഇത് അകത്തേക്കാണ്. അതൊരു ഗ്രിപ്പിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയാണ് സ്റ്റിൽസൺ പൈപ്പ് റെഞ്ചിനകത്തുള്ളത്. അടുത്തത്, ഈ സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ജോസ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഓവർ ദി വർക്ക് പീസ് ടു ദെയർ ഫുൾ ഡെപ്ത്ത്. ഫുൾ ഡെപ്ത്തിലേക്ക് ഫുള്ളായിട്ട് ഇറക്കി വെച്ചിരിക്കണം. എന്നിട്ട് അതിന് ശേഷം മാത്രമേ അഡ്ജസ്റ്റിംഗ് നട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ പല്ലുകൾ, ടീത്ത് ക്ലീൻ ചെയ്യണം. അത് എന്തുകൊണ്ട് ക്ലീൻ ചെയ്യും? PSCയുടെ ഒരു ചോദ്യമാണ്. ട്രയാങ്കുലർ ഫയൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇഫ് ദ ടീത്ത് ഗെറ്റ് ഡാമേജ്ഡ് വി ഹാവ് ടു ക്ലീൻ ദ ടീത്ത് യൂസിങ് ട്രയാങ്കുലർ ഫയൽ. ഓക്കെ, ഓയിൽ ഷുഡ് ബി അപ്ലൈഡ് ടു അഡ്ജസ്റ്റ് നട്ട് പീരിയോഡിക്കലി. ഈ അഡ്ജസ്റ്റിംഗ് നട്ടിന് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ടൈറ്റ് ആയി പോകും. ഓക്കെ, അടുത്തതായിട്ടാണ് ചെയിൻ പൈപ്പ് റെഞ്ച്. ചെയിൻ പൈപ്പ് റെഞ്ച് ഉപയോഗിക്കുന്നത് 50 mm വരെ, 15 മുതൽ 50 mm വരെയാണ് പൈപ്പ് റെഞ്ച് യൂസ് ചെയ്യാം. ചെയിൻ പൈപ്പ് റെഞ്ച് വരുമ്പോൾ 50 മുതൽ 150 mm വരെ ചെയിൻ പൈപ്പ് റെഞ്ചാണ് യൂസ് ചെയ്യുക. ഇനി 50 mm ഡയമീറ്ററിൽ താഴെയുള്ള പൈപ്പിന് എന്ത് ചെയ്യാൻ പാടില്ല? ചെയിൻ പൈപ്പ് റെഞ്ച് യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത ഒരു ടൂൾ എന്ന് പറയുന്ന കാറ്റഗറി സ്പാനേഴ്സാണ്. അതെന്തിനാണ്? ഹാൻഡ് ടൂൾ വിത്ത് ജോസ് ഓർ ഓപ്പണിംഗ് ഓർ റിങ് അറ്റ് വൺ ഓർ ബോത്ത് എൻഡ്. ഒരു സൈഡിലോ അല്ലെങ്കിൽ രണ്ട് സൈഡിലോ ഓപ്പണിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റിങ് ആയിട്ടുള്ള ഹാൻഡ് ടൂളാണ് നമ്മൾ സ്പാനർ എന്ന് പറയുന്നത്. ഡബിൾ എൻഡ് DA സ്പാനർ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഉണ്ടാവും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ. ഒരു സൈഡിൽ ഓപ്പണും ഒരു സൈഡിൽ ക്ലോസ്ഡ് ടൈപ്പ് അല്ലെങ്കിൽ റിങ് ടൈപ്പ്. മെയ്ഡ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് അലോയി സ്റ്റീൽ. ഡ്രോപ്പ് ഫോർജ്ഡ് അലോയി സ്റ്റീൽ. ഇനി നോർമലി ഇറ്റ് ഹാസ് എ ലെങ്ത് ഓഫ് 10 times ദ വിഡ്ത്ത് ഓഫ് ജോ ഓപ്പണിംഗ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇരട്ടിയിലെ വിഡ്ത്ത് ഓപ്പണിങ്ങിനേക്കാളും 10 ഇരട്ടിയെങ്കിലും ഉണ്ടാകും സാധാരണയായിട്ട്. അത് അതിൻ്റെ ലിവറേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സസീവ് ടേണിങ് യൂസിങ് ലിവറേജ് ഇൻക്രീസ് മേ കോസ് ടു. ഈ ലിവറേജ് കൂട്ടിയിട്ട് പിന്നെ അധികം ടൈറ്റ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാം? സ്ട്രിപ്പിംഗ് ദ ത്രെഡ് എന്ത് ചെയ്യും? സ്ട്രിപ്പായി പോകാൻ സാധ്യതയുണ്ട്. ഷിയറിങ് ദ ബോൾട്ടിൻ്റെ ഹെഡ് മുറിഞ്ഞു പോരുന്നൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇനി സ്പാനറിൻ്റെ ജോക്ക് സ്ട്രെയിനിങ്, കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുക. അതേപോലെ തന്നെ ഇതിനുള്ളത്
സ്ലിപ്പ് ചെയ്തിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെന്നിപ്പോകില്ലേ, ബോൾട്ട് ഹെഡിൽ നിന്നൊക്കെ തെന്നിപ്പോകുന്നത് കണ്ടിട്ടുണ്ടാവും. ഇനി ടൈപ്സ് ഓഫ് സ്പാനർ: ഓപ്പൺ എൻഡ് ഉണ്ട്, റിംഗ് ഉണ്ട്, സിംഗിൾ എൻഡഡ് സ്പാനർ ഉണ്ട്, ഡബിൾ എൻഡഡ് സ്പാനർ ഉണ്ട്. അപ്പോൾ സിംഗിൾ എൻഡഡ് സ്പാനർ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് സ്പാനറാണ്. ഇതൊക്കെ മെഷീൻ്റെ ഒക്കെ കൂടെ ഒരു നട്ട് ബോൾട്ട് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക്കലി കമ്പനിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പാണ് സിംഗിൾ എൻഡഡ്. ഈ ഡബിൾ എൻഡഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സ്പാനേഴ്സാണ്. ഡിഫറെൻറ്റ് സൈസ് ഓപ്പണിങ്സ് ഉണ്ടാവും. ഇനി ക്രോം വനേഡിയം സ്റ്റീലാണ്. ക്രോം വനേഡിയം സ്റ്റീൽ 8ൻ്റെ സെറ്റായിട്ടും 8 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നമ്പർ 8 മുതൽ 27 വരെയാണ് ഡബിൾ എൻഡ് ഓപ്പൺ സ്പാനറുകൾ നോർമലി അവൈലബിൾ ഇരിക്കുന്നത്. 8, 10, 9, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 22, 24, 27. ഇല്ലാത്തത് ശ്രദ്ധിച്ചിരിക്കും. 23, 25, 26 ഇല്ല അല്ലേ? അവിടെ ഇനി അതേപോലെ തന്നെ 8, 9 അല്ല വരുന്നത്, 8, 10, 9, 11 അങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ വരുന്നത്. ഇനി റിംഗ് സ്പാനേഴ്സ്. റിംഗ് സ്പാനർ എന്ന് പറയുന്നത് ഓപ്പൺ സ്പാനർ ഇട്ട് തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ നോർമലി റിംഗ് സ്പാനർ ഉപയോഗിക്കുന്നത്. ഇതും 8 എണ്ണത്തിന് സെറ്റായിട്ടാണ് അവൈലബിൾ. 8 മുതൽ 27 വരെ. നേരത്തെയും 8 മുതൽ 27 വരെ ആയിരുന്നു. 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 22, 24, 27. ഇനി തീരെ ആക്സസ് ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്നിട്ട് നമ്മൾ സ്പെഷ്യൽ ടൂൾസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീച്ച് ചെയ്യുക. അപ്പം ബോക്സ് സ്പാനർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്തത് അഡ്ജസ്റ്റബിൾ സ്പാനർ. അഡ്ജസ്റ്റബിൾ സ്പാനർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പാനർ കൊണ്ടുവന്നാൽ മതി. ഒരുപാട് സ്പാനറിന് പകരക്കാരനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിനൊരു മൂവബിൾ ജോ ഉണ്ടാവും. ഇതാ ഈ ജോ മുകളിലേക്കും താഴേക്കും പോകും. ഇനി 250 mm ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഫ്രം 0 to 28.5 mm. ഓക്കെ, 250 എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തത് നിങ്ങൾ കണ്ടോ, ഇത് 200 mm സ്പാനറാണ് അഡ്ജസ്റ്റബിൾ. ഇതേപോലെ ഈ ലെങ്ത്ത് ബേസ് ചെയ്തിട്ടാണ് 200, 250 ആൻഡ് 300 അങ്ങനെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ 250 ആണെങ്കിൽ 0 മുതൽ 28.5 mm വരെയുള്ള ബോൾട്ട് അല്ലെങ്കിൽ നട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ലെങ്ത്ത് റേഞ്ച് ഫ്രം 100 to 760 mm, 100 മുതൽ 760 വരെ അവൈലബിൾ ആണ്. ജോ സെറ്റ് അറ്റ് ആൻ ആംഗിൾ 22.5 ഡിഗ്രിയിലാണ്. ഇതിൻ്റെ ഒരു ചെരിവ് കണ്ടില്ലേ, ഈ ചെരിവ് എന്ന് പറയുന്നത് 22.5 ഡിഗ്രി ആണ് ചെരിവ്. ഇനി അടുത്തത് സി സ്പാനറാണ്. ഈ സി സ്പാനർ എന്ന് പറയുന്നത് ഇതിനകത്ത് സ്പെഷ്യൽ നട്ടിൻ്റെയൊക്കെ സറൗണ്ടിങ്ങിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ മെഷീനറീസ്, ആംഗിൾ ഗ്രൈൻഡറൊക്കെ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് ഈ സി സ്പാനർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻ വൺ ഡയറക്ഷൻ വിച്ച് ഈസ് ടു ബി ടേൺഡ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, അങ്ങനെയാണ് ഇത് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ ഇട്ടിട്ട് താഴേക്ക് മാത്രമേ ടൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. ലൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇട്ടിട്ട് റിവേഴ്സ് കറക്കണം. ഇതേ ഓപ്ഷനിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി 19 mm മുതൽ 120 mm വരെയുള്ള പിന്നെ നട്ട് ബോൾട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കവർ ചെയ്യണമെങ്കിൽ ആകെ 3 സ്പാനറിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ മറ്റേതിനകത്തുള്ളതുപോലെ സ്പെസിഫൈഡ് ഒരുപാട് സ്പാനറുകളുടെ ആവശ്യമില്ല. ഇനി ബോക്സ് സ്പാനർ കണ്ടിട്ടുണ്ടാവും, ടയർ കടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഷേപ്പിലുള്ളത് അല്ലേ. അപ്പോൾ ഈ ബോക്സ് സ്പാനർ എന്ന് പറയുന്നത് മൾട്ടി കോണ്ടാക്റ്റ് ആണ്. മൾട്ടി കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. 8 പോയിൻറ്റും 4 പോയിൻറ്റും നമ്മൾ പറഞ്ഞിരുന്നു, വേറൊരു വീഡിയോനകത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇനി പൈപ്പ്സ് ആൻഡ് പൈപ്പ് ബെൻഡിങ്. എന്താണ് പൈപ്പ് ബെൻഡിങ്? ഇപ്പോൾ പൈപ്പ് ബെൻഡിങ് എന്ന് പറയുന്നത് പൈപ്പ് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല നമുക്ക് ആ പൈപ്പ് ആവശ്യം. അപ്പോൾ ഫിറ്റിങ്ങിന് ഉപയോഗിക്കുന്നതിന് പകരം പൈപ്പ് ബെൻഡർ ഉപയോഗിച്ചുകൊണ്ട് ബെൻഡ് ചെയ്തുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് കോപ്പർ പൈപ്പ് ബെൻഡ് ചെയ്തതും ഇവിടെ ഈ പൈപ്പൊക്കെ ബെൻഡ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ പൈപ്പ് ബെൻഡർ നമ്മൾ പോർട്ടബിൾ ബെൻഡറും ഫിക്സഡ് ബെൻഡർ ആൻഡ് ഹൈഡ്രോളിക് ബെൻഡർ എന്ന് പറഞ്ഞ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത്, എത്ര ലെങ്ത്ത് ഉണ്ടാവണം എന്നുള്ളത്, ഈ ഔട്ടറിൽ സ്ട്രെയിന് കുറവായിരിക്കും. ഈ അകത്ത് വരുന്നത് എന്താണ്, കംപ്രഷനും, പുറത്ത് വരുന്നത് എക്സ്റ്റൻഷനും അത് അല്ലെങ്കിൽ ഇലോങ്ങേഷനുമാണ് ഇതിനകത്ത് വരുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ പൈപ്പ് ബെൻഡ് ചെയ്യുന്ന സമയത്ത്, കോൾഡ് ബെൻഡിങ്ങിൻ്റെ സമയത്ത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി പൈപ്പ് ബെൻഡിങ് മെത്തേഡ്സ്. പൈപ്പ് ബെൻഡിങ് മെത്തേഡ്സിൽ
2-3 ടൈപ്പ് പൈപ്പ് ബെൻഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഒന്ന് ഹാൻഡ് ഓപ്പറേറ്റഡ്, വേറൊന്ന് ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീനാണ്. ഇപ്പോൾ പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് എന്ന് പറയുന്നത് ഇതേപോലെ കൊണ്ടെടുക്കാൻ പറ്റും, ഒരു സ്റ്റാൻഡ് ഉണ്ടാകും. അപ്പോൾ ഈ സ്റ്റാൻഡിന് നമ്മൾ നോർമലി പറയുന്നത് ട്രൈപോഡ് എന്നാണ് കേട്ടോ, ട്രൈപോഡ് എന്നാണ്. അത് 3 ലെഗുള്ള സ്റ്റാൻഡിനാണ് നമ്മൾ ട്രൈപോഡ് എന്ന് പറയുക. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന 4 ലെഗ് ഉണ്ട്. അപ്പോൾ ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ട്. ഇതിനകത്ത് പൈപ്പ് സ്റ്റോപ്പ് ലിവർ ഉണ്ടാവും, ഒന്ന് ഹാൻഡിലുണ്ടാവും, ഒരു ഇൻസൈഡ് ഫോർമർ ഉണ്ടാവും. ഇൻസൈഡ് ഫോർമറാണ് ഈ കറുത്ത 4 കാണുന്നത് ഇൻസൈഡ് ഫോർമറാണ്. ഇതിനകത്ത് ഇതാണ് ഇൻസൈഡ് ഫോർമർ. ഇൻസൈഡ് ഫോർമർ എല്ലാ പൈപ്പ് ബെൻഡറിൻ്റെ അകത്തും ഇൻസൈഡ് ഫോർമർ ഉണ്ടാകും. ഇനി ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീൻ ആണെങ്കിൽ കൈകൊണ്ട് പിടിച്ചമർത്തുന്നതിന് പകരം ഇവിടെ ഒരു ഹൈഡ്രോളിക് ജാക്കിയോ അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ ലിവർ മെക്കാനിസം കൊണ്ടായിരിക്കും ഇതിനെ മുന്നോട്ട് നീക്കുന്നത്. അതാണ് അവിടെയുള്ള വ്യത്യാസം. ഇവിടെ കണ്ട ഇന്നർ ഫോർമർ ഇപ്പോൾ ഇതിനകത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് ഡയമീറ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയമീറ്റർ ഇന്നർ ഫോമേഴ്സ് റീപ്ലേസബിൾ അവൈലബിൾ ആണ്. ഇതിനകത്തുള്ളതാണ് ഇന്നർ ഫോമർ ഉണ്ടാവും, ബാക്ക് ഫോമർ ഉണ്ടാവും. അപ്പോൾ ഇന്നർ ഫോമറും ബാക്ക് ഫോമറും ഹൈഡ്രോളിക് ബെൻഡറിൻ്റെ കേസിലുണ്ട്. പ്രഷർ റിലീഫിംഗ് വാൾവുണ്ട്, ഓപ്പറേറ്റിംഗ് വാൾവുണ്ട്, ബ്ലീഡ് സ്ക്രൂ ഉണ്ട്. ബ്ലീഡ് സ്ക്രൂ ഒരു വട്ടം PSCക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ബ്ലീഡ് സ്ക്രൂ. അപ്പോൾ ഇത് ബ്ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള ഓയിലിനകത്തുള്ള എയർ ട്രാപ്പ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലീഡ് സ്ക്രൂ ഉപയോഗിക്കുന്നത്.